ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 8 കാർബണിക രസതന്ത്രം ഓർഗാനിക് കെമിസ്ട്രിയിൽ ഹോമോലോഗസ് സീരീസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഹോമോലോഗസ് ശ്രേണി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നിവരുടെ ജനറൽ ഫോർമുല ഒക്കെ പഠിച്ചായിരുന്നു, പൊതുവാക്കിയൊക്കെ പഠിച്ചായിരുന്നു. ആൽക്കെയിൻ ആണെങ്കിൽ CnH2n+2 ആണ്. ആൽക്കീൻ ആണെങ്കിൽ CnH2n ആണ്. ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2 ആണ്. അപ്പോൾ നമുക്കിനി ഹോമോലോഗസ് സീരീസ് അല്ലെങ്കിൽ ഹോമോലോഗസ് ശ്രേണി എന്താണെന്ന് നോക്കിയാലോ. അനലൈസ് ദി മോളിക്കുലർ ഫോർമുല C2H6 ആൻഡ് C3H8. C2H6ഉം C3H8 എന്നീ തന്മാത്ര സൂത്രങ്ങൾ വിശകലനം ചെയ്യൂ. ഇവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നോക്കൂ, C2H6 ഇരട്ടിയിൽ +2 കൂടെ ചേർത്തല്ലേ ഈ 6 കിട്ടിയേക്കുന്നത്. അതേപോലെ C3H8 3ൻ്റെ ഇരട്ടിയിൽ +2 കൂടെ ചേർത്തല്ലേ ഈ 8 കിട്ടിയേക്കുന്നത്. അപ്പം ഇവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൽക്കെയിൻ. ആൽക്കെയിൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ മോളിക്കുലർ തന്മാത്ര സൂത്രങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത്. വാട്ട് ഇസ് ദി ജനറൽ ഫോർമുല ഓഫ് ദിസ് കാറ്റഗറി? CnH2n+2. ആൽക്കെയിൻ്റെ ജനറൽ ഫോർമുല പൊതുവാക്യം എന്താണ്? CnH2n+2. അതുപോലെ തന്നെ ഇവിടെ N എന്ന് പറയുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ C2H6 ആൻഡ് C3H8 ഇൻ ദി നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം? C2H6ഉം C3H8ഉം തമ്മിൽ കാർബൺ ആറ്റങ്ങളുടെയും ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ആറ്റത്തിൻ്റെയും എത്ര ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും വ്യത്യാസമാണ് ഈ തന്മാത്ര സൂത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ മോളിക്കുലർ ഫോമിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കാം. കോമ്പൗണ്ട് സംയുക്തം, നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം. കോമ്പൗണ്ട് C3H8 കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എത്രയാണ്? 3 ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം 8 ആണ്. C2H6 കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം 2, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം 6 ആണ്. ഇനി അവർ തമ്മിൽ ഡിഫറൻസ് കാണുകയാണ്. ഡിഫറൻസ് ഇൻ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റം ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ്. കാർബൺ, ഹൈഡ്രജൻ എന്നീ ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം. അപ്പോൾ 3ൽ നിന്ന് 2 പോയാൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെ വ്യത്യാസമാണ് ഈ രണ്ട് തന്മാത്ര സൂത്രങ്ങൾ മോളിക്കുലർ ഫോർമുല തമ്മിലുള്ളത്. ഹൈഡ്രജൻ ആറ്റം ആണെങ്കിലോ 2 ഹൈഡ്രജൻ ആറ്റങ്ങളുടെ വ്യത്യാസമാണ് C3H8ഉം C2H6ഉം തമ്മിൽ, അല്ലേ? അപ്പോൾ ഇതാണ് ഹോമോലോഗസ് സീരീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കാർബണും 2 ഹൈഡ്രജൻ ആറ്റങ്ങളുടെ വ്യത്യാസമായിരിക്കും 2 മോളിക്കുലർ ഫോർമുല, ഒരു സീരീസ് ആയിട്ട് പോകുന്ന ഒരു മോളിക്കുലർ ഫോർമുല, ഒരു ശ്രേണിയായിട്ട് പോകുന്ന ഒരു ആൽക്കീൻ്റെയോ നോക്കുമ്പോൾ ശ്രേണിയായിട്ട് പോകുന്ന കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിൽ C2H6ഉം C3H8ഉം തമ്മിൽ ഒരു CH2ൻ്റെ വ്യത്യാസമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി C3H8ഉം C4H10ഉം വരുവാണെങ്കിലും അവർ തമ്മിലും ഒരു രണ്ട് ഹൈഡ്രജനും ഒരു കാർബണും 2 ഹൈഡ്രജനും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും അവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്ന ഒരു തുടർച്ചയായി പോകുന്ന ശ്രേണിയിൽ ഓരോ മോളിക്കുലർ ഫോർമുല കഴിയുമ്പോഴും ഓരോ CH2 എന്ത് ചെയ്യുകയാണ്? കൂടിക്കൂടി വരികയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു കാർബണും 2 ഹൈഡ്രജൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നതാണ് ഒരു ഹോമോലോഗസ് ശ്രേണിയിൽ, ഹോമോലോഗസ് സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൗ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി ഡിഫറൻസ് ഇൻ ദി നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദിസ് ഈസ് CH2. ഇവയിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസം CH2 ആണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഈ വിഭാഗത്തിൽ വരുന്ന C4H10ഉം C5H12ഉം തമ്മിലുള്ള ഇതേ വ്യത്യാസമാണോ ഉള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സെയിം ആയിട്ട് നമ്മൾ കോമ്പൗണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കോമ്പൗണ്ട് സംയുക്തം, നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു 3 കോളം വരുന്ന ഒരു ബോക്സ് വരയ്ക്കുക. അതിൽ സംയുക്തത്തിൻ്റെ അവിടെ C5H12ഉം C4H10ഉം എഴുതുക. താഴെ ഡിഫറൻസ് ഇൻ ദി നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം, കാർബൺ, ഹൈഡ്രജൻ എന്നീ ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസവും എഴുതുക. അപ്പോൾ ഇതേപോലെ നിങ്ങളും വരയ്ക്കുക. ഇവിടുത്തെ മോളിക്കുലർ ഫോർമുല ഇത് മാറ്റിയിട്ട് C5H12ഉം C4H10ഉം കയറ്റുക. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് C5H12ൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം 5 ആണ്. C4H10ൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം 4 ആണ്. ഇനി ഹൈഡ്രജൻ്റെ എണ്ണം നോക്കുമ്പോൾ C5H12ൽ 12 ആണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം, C4H10ൽ 10 ആണ്. അപ്പോൾ ഇനി മൈനസ് ചെയ്യുക. ഡിഫറൻസ് നോക്കുമ്പോൾ 1, ഹൈഡ്രജൻ്റെ അവിടെ 2 എണ്ണം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എത്രയാണ്? ഒരു കാർബണും 2 ഹൈഡ്രജനും ഡിഫറൻസ് ആണ് അവർ തമ്മിലും ഉള്ളത്, അല്ലേ? അപ്പോൾ ഏതൊരു ഹോമോലോഗസ് ശ്രേണിയിൽ നോക്കിയാലും അല്ലെങ്കിൽ ഏതൊരു ഹോമോലോഗസ് സീരീസിൽ നോക്കിയാലും തുടർച്ചയായിട്ട് വരുന്നതിൽ ഒരു CH2ൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് ചെയ്തപ്പോഴും മനസ്സിലായത്
C5H12ഉം C4H10ഉം തമ്മിൽ ഒരു കാർബണും 2 ഹൈഡ്രജനുടെയും വ്യത്യാസമാണ് ഉള്ളത്. ഒരു CH2ൻ്റെ ഡിഫറൻസ് ആണ് C5H12ഉം C4H10ഉം തമ്മിലുള്ളത്. അതുപോലെ തന്നെ C3H8ലും C2H6ഉം നമ്മൾ ചെയ്തപ്പോഴും നമുക്ക് എന്താണ് സെയിം ആണ് കിട്ടിയത്. ആൽക്കീനും ആൽക്കൈനും വരുമ്പോഴുള്ള കേസ് നമുക്ക് നോക്കാം. അവിടെയും കാർബൺ ആറ്റങ്ങളുടെ ഡിഫറൻസും ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും നോക്കി എന്താണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഇനി ആൽക്കീൻ്റെ കേസ് നോക്കാം. ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് C4H8ഉം C3H6ഉം തമ്മിലുള്ളതിൻ്റെ വ്യത്യാസമാണ് നോക്കാൻ പറഞ്ഞത്. C4H8ൽ കാർബണാറ്റം 4, C3H6ലും കാർബണാറ്റം 3. അപ്പം മൈനസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാർബണാറ്റമാണ് കുറവ്. ഇനി ഹൈഡ്രജൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 8ഉം 6ഉം. അപ്പോൾ ഡിഫറൻസ് വ്യത്യാസം നോക്കുകയാണെങ്കിൽ 2 ഹൈഡ്രജൻ്റെ കുറവ്. അപ്പോൾ C4H8ഉം C3H6ഉം തമ്മിൽ ഒരു കാർബണും 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. ഓക്കെ, മുമ്പ് ആൽക്കൈൻ നോക്കിയതുപോലെ തന്നെയാണ് ആൽക്കീൻ്റെ കേസും സെയിം ആണ്. ഇനി ആൽക്കൈൻ നോക്കാം. ആൽക്കൈനിൽ C3H4ഉം C2H2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. C3H4ൽ 3 കാർബൺ ആറ്റം, C2H2ൽ 2 കാർബൺ ആറ്റം. അപ്പോൾ വ്യത്യാസം 1. C3H4ൽ 4 കാർബൺ ആറ്റവും C2H2ൽ 2 കാർബൺ ആറ്റവും. വ്യത്യാസം നോക്കുമ്പോൾ 2 ഹൈഡ്രജൻ. അവിടെ C3H4 തമ്മിലും C2H2 തമ്മിലും ഒരു കാർബണും 2 ഹൈഡ്രജൻ്റെ വ്യത്യാസം, ഒരു CH2ൻ്റെ വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആൽക്കൈൻ്റെ കേസിലും ആൽക്കൈൻ്റെ കേസിലും നമ്മൾ ഓരോ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാർബണാറ്റത്തിൻ്റെ എണ്ണം കൂടി വരുമ്പോൾ എന്താണ് ഓരോ കാർബണാറ്റം ഓരോ മോളിക്കുലർ ഫോമില കഴിയും തോറും ഓരോ തന്മാത്ര സൂത്രം കഴിയും തോറും ഓരോ CH2ൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. C2H2 അടുത്ത C3H4 ആണ് വരുന്നത്. അവിടെ എന്താണ് ഒരു കാർബണും കൂടുതലാണ്, 2 ഹൈഡ്രജനും കൂടുതലാണ്. ഇവിടെ നോക്കൂ, C3H6 കഴിഞ്ഞിട്ടാണ് C4H8 വരുന്നത്. അവിടത്തേക്ക് വരുമ്പോൾ ഒരു കാർബൺ ആറ്റവും കൂടുതലാണ്, 2 ഹൈഡ്രജൻ ആറ്റവും കൂടുതലാണ്. C5H12, C4H10 കഴിഞ്ഞിട്ടാണ് C5H12 വരുന്നത്. അപ്പോൾ ഒരു കാർബൺ ആറ്റവും കൂടുതലാണ്, 2 ഹൈഡ്രജൻ ആറ്റവും കൂടുതലാണ്. അപ്പോൾ ഒരു CH2ൻ്റെ ഡിഫറൻസ് ആണ് സീരീസ് ആയിട്ട് ശ്രേണിയായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓരോ മോളിക്കുലർ ഫോമുലയിലും കാണാൻ സാധിക്കുന്നത്. ഇനി ആൽക്കീൻ്റെ ജനറൽ ഫോമുല പൊതുവാക്കി എന്താണ്? CnH2n എന്ന് വരും. ആൽക്കൈൻ്റെ ജനറൽ ഫോമുല പൊതുവാക്കി എങ്ങനെയാണ്? CnH2n -2. അപ്പോൾ ഇങ്ങനെയുള്ള സീരീസ് ഓഫ് സച്ച് കോമ്പൗണ്ട്സിനെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഇത്തരം സംയുക്തങ്ങളുടെ ശ്രേണിയെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹോമോലോഗസ് ശ്രേണി എന്ന് പറയുന്നത് ഈസ് എ സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ജനറൽ ഫോമുല. ഹോമോലോഗസ് ശ്രേണി എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഒരു ശ്രേണിയാണ്. അത് നമുക്കൊരു പൊതുവാക്യം ഉപയോഗിച്ച് നമുക്ക് അതിനെ പ്രതിനിധീകരിക്കാൻ സാധിക്കും, റെപ്രസെൻറ്റ് ചെയ്യാൻ ജനറൽ ഫോമുല ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 2 സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസേ കാണത്തുള്ളൂ. ഒരു പൊതുസമവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നതും അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസവും ഉള്ളതുമായ ഓർഗാനിക് സംയുക്തങ്ങളുടെ ശ്രേണിയാണ് ഹോമോലോഗസ് ശ്രേണി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇത് തന്നെ നമുക്ക് പറയാം. C4H8ഉം C3H6ഉം. C3H6 കഴിഞ്ഞിട്ടാണല്ലോ C4H8 വരുന്നത്. അപ്പോൾ C3H6ഉം C4H8ഉം നോക്കുമ്പോൾ ഒരു കാർബണിൻ്റെയും 2 ഹൈഡ്രജൻ്റെയും വ്യത്യാസമല്ലേ കാണാൻ സാധിക്കുന്നത്. C3 നിന്ന് C4, അപ്പോൾ ഒരു കാർബൺ, H6 നിന്ന് H8 ആയിട്ട് കൂടി, അപ്പോൾ 2 ഹൈഡ്രജൻ. അങ്ങനെ ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോഴും എന്താണ് ഒരു CH2ൻ്റെ വ്യത്യാസമായിരിക്കും നമുക്ക് 2 സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ, അടുത്തടുത്ത ആൾക്കാർ തമ്മിൽ കാണാൻ സാധിക്കുന്നത്. അത് ആൽക്കൈൻ്റെയും കേസിൽ ഏത് ഒരു സീരീസ് എടുത്താലും നമുക്ക് അവർ തമ്മിൽ CH2ൻ്റെ ഡിഫറൻസ് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആ സീരീസിനെ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഒരു ശ്രേണിയാണ്. അത് നമുക്ക് ജനറൽ ഫോം പൊതുവാക്യം ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ, നമുക്ക് അതിനെ പ്രതിനിധീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ 2 സക്സസീവ് മെമ്പേഴ്സ്, അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസേ വ്യത്യാസമേ കാണുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ദി മെമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ജനറൽ ഫോമുല. അംഗങ്ങളെ പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു. സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മെമ്പേഴ്സ് ഷോ സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു.
there is a regular gradation in their physical properties. ഭൗതിക ഗുണങ്ങൾ ക്രമമായി വ്യതിയാനം കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്? ഹോമോലോഗസ് സീരീസിന്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ഏത് മെമ്പർ എടുത്താലും അതിനെ നമുക്ക് ജനറൽ ഫോമിൽ ഉപയോഗിച്ച് പൊതുവാക്കി ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പ്രതിനിധീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ട് സക്സസീവ് മെമ്പേഴ്സ് അല്ലെങ്കിൽ അടുത്തടുത്ത ആൾക്കാർ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമേ കാണത്തുള്ളൂ. ഇതിലുള്ള എല്ലാ മെമ്പേഴ്സ് എടുത്താൽ എല്ലാ അംഗങ്ങൾക്കും കെമിക്കൽ പ്രോപ്പർട്ടീസ് രാസഗുണങ്ങൾ ഒരുപോലെ ആയിരിക്കും. ഭൗതിക ഗുണങ്ങൾ ക്രമമായിട്ട് ഡിഫറൻസ് വ്യത്യാസം കാണാനും സാധിക്കും നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോലോഗസ് ശ്രേണിയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി താഴത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ദി മോളിക്കുലർ ഫോർമുല ഓഫ് സം ഹൈഡ്രോകാർബൺസ് ആർ ഗിവൻ ഫിൽ. ഏതാനും ഹൈഡ്രോകാർബണുകളുടെ തന്മാത്ര സൂത്രം ചുവടെ നൽകിയിരിക്കുന്നു. C2H4, C2H6, C3H4, C3H8. വിച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ബിലോങ് ടു സെയിം ഹോമോലോഗസ് സീരീസ്? ഇവയിൽ ഒരേ ഹോമോലോഗസ് ശ്രേണിയിൽ ഉൾപ്പെടുന്ന സംയുക്തങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. C2H4 എന്ന് പറയുമ്പോൾ 2ന്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം വരുന്നത്. അപ്പോൾ ഇനി അടുത്ത C3 വരുമ്പോഴും ഹൈഡ്രജൻ ആറ്റത്തിന് 3യുടെ ഇരട്ടി വേണം, C3H6 വേണം. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? തന്മാത്ര സൂത്രം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന് ചേരുന്ന വേറെ കോമ്പൗണ്ട്സ് ഇല്ല. ഇനി C2H6 ഇത് ഇരട്ടിയിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് ആണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം വന്നിരിക്കുന്നത് C2H6. അപ്പോൾ CnH2n+2 അല്ലേ? അപ്പോൾ ഇനി വരുമ്പോഴത്തേക്ക് C3H8 വരണം അല്ലേ? അപ്പോൾ ഏതാണ്? ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അടുത്തതിന് എന്തുവായാലും വേറെ കോമ്പൗണ്ട് ഇല്ല. അപ്പോൾ ഒരേ ഹോമോലോഗസ് ശ്രേണിയിൽ ഓരോ ഹോമോലോഗസ് സീരീസിൽ വരുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? C2H6 C3H8. ഇപ്പോൾ ജനറൽ ഫോമുല പൊതുവാക്കി നല്ലപോലെ മനസ്സിലാക്കി വെച്ചാൽ നമുക്കിതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. ഇവിടെ C3H4 എന്ന് പറയുമ്പോൾ ഇരട്ടിയിൽ നിന്ന് 2 മൈനസ് ചെയ്തതാണ് അല്ലേ? 3ന്റെ ഇരട്ടി 6, 6 - 2 4. അപ്പോൾ ഇതെന്തോ ആൽക്കൈനാണ്. അപ്പോൾ അതിന് ഇനി അടുത്ത് വരുമ്പോൾ C4H6 എന്ന് വരണം. അങ്ങനത്തെ വേറെ മോളിക്കുലർ ഫോമുലൊന്നും ഇതില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ഹോമോലോഗസ് സീരീസിൽ വരുന്ന ഒരേ ഹോമോലോഗസ് സീരീസിൽ വരുന്ന കോമ്പൗണ്ട്സ് C2H6 C3H8. അപ്പോൾ ഈ ഹോമോലോഗസ് സീരീസിൻ്റെ ജനറൽ ഫോമുല എന്ന് പറയുന്നത് CnH2n+2. അത് ഏതിൻ്റെയാണ്? ആൽക്കെയിൻ്റെയാണ്. CnH2n+2 എന്ന് പറയുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? സംശയമുണ്ടോ? ഒന്നുകൂടെ പറയാം. C2H4 നോക്കുമ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ ആറ്റം വരുന്നത്. അതേത് പൊതുവാക്യമായിട്ട് സിമിലർ ആണ്? CnH2n അല്ലേ? ആൽക്കീന്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി വരുമ്പോൾ ആ സീരീസിൽ തന്നെ അടുത്തത് എന്തായിരിക്കും വരണ്ടേ? C3H6 ആണ് വരേണ്ടത് അല്ലേ? C3H6 വരുന്നുണ്ടോ? 3ന്റെ ഇരട്ടി 6. അപ്പോൾ ഈ കോമ്പൗണ്ട് ആയിരിക്കണം അടുത്തത് വരണ്ടേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത കോമ്പൗണ്ട് C3H6 ആയിരുന്നു വരേണ്ടത്. ഇതിനകത്ത് C3H6 ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ സീരീസ് ഇവിടെ ഇല്ല. ഇനി അടുത്ത് നോക്കുമ്പോൾ C2H6 ആണ്. C2H6 എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ 2 ആണ്. അതിൻ്റെ ഇരട്ടി വരുമ്പോൾ 4 ആണ്. +2 കൂടെ ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം 6 ഇവിടെ കിട്ടുന്നത്. അപ്പോൾ C2H6 അതെന്ന് പറയുന്നത് CnH2n+2 ഫോമിലേക്ക് സിമിലർ ആണ്. അപ്പോൾ അതുപോലെ ഇനി അടുത്തത് ആ സീരീസിൽ തന്നെ വരുന്ന അടുത്ത ആൾ വരുന്നുണ്ടോ നോക്കാം. എന്താ? C3H8 വരണം അല്ലേ? ഉണ്ടോ? C3H8 ഉണ്ടോ എന്ന് വെച്ചാൽ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ 3 ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം വരുമ്പോഴത്തേക്ക് 8 വരും. 3ന്റെ ഇരട്ടി 6 +2 ചെയ്യുമ്പോഴത്തേക്ക് 8 ഉണ്ടല്ലോ. അപ്പോൾ ഒരേ ഹോമോലോഗസ് സീരീസ് ഒരേ ഹോമോലോഗസ് ശ്രേണിയിൽ വരുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? C2H6 C3H8. ഇനി ഇവിടെ C3H4 കൂടെ ഉണ്ട്. എന്താണ്? 3ന്റെ ഇരട്ടി 6 ആണ്. 6ൽ നിന്ന് 2 മൈനസ് ചെയ്തുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണമാണിത്. അതെന്താണ്? ആൽക്കൈനാണ്. അപ്പോൾ ഇനി അടുത്തത് എന്താ വരണ്ടേ? C4H6 ആണ് വരേണ്ടത് അല്ലേ? 4ന്റെ ഇരട്ടി 8, 8ൽ നിന്ന് 2 കുറച്ചാൽ 6. അപ്പോൾ ഇതായിരുന്നു വരേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കോമ്പൗണ്ട് വേറെ ഇതിനകത്തില്ലല്ലോ. അപ്പോൾ ഹോമോലോഗസ് സീരീസ് ഒരേ ഹോമോലോഗസ് ശ്രേണി വരുന്ന C2H6 C3H8 ആണ് ഉള്ളത്. അതിൻ്റെ ജനറൽ ഫോമുല CnH2n+2 എന്ന പൊതുവാക്യമാണ് വരുന്നത്. ഇതാണ് ആൽക്കെയിൻ്റെ കേസ്. മൊത്തം സിംഗിൾ ബോണ്ട് വരുന്ന കേസാണ് ആൽക്കെയിൻ. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മോളിക്കുലർ ഫോമുല ഓഫ് ഹൈഡ്രോകാർബൺസ് ദാറ്റ് ബിലോങ്സ് ടു സെയിം ഹോമോലോഗസ് സീരീസ് ആർ ഗിവൻ ബിലോ. ഒരേ ഹോമോലോഗസ് ശ്രേണി വരുന്ന ഏതാനും ഹൈഡ്രോകാർബണുകളുടെ തന്മാത്ര സൂത്രമാണ് നൽകിയിരിക്കുന്നത്. C2H2, അത് കഴിഞ്ഞ് C3H4, C4H6. അപ്പോൾ ഇനി എയും ബിയിലും വരുന്ന മോളിക്കുലർ ഫോമുല കോമ്പൗണ്ട്സിൻ്റെ തന്മാത്ര സൂത്രം, ഈ എയും ബിയിലെ സംയുക്തങ്ങളുടെ തന്മാത്ര സൂത്രം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, C2H2 അല്ലേ? 2ന്റെ ഇരട്ടി 4 ആണ്. 4ൽ നിന്ന് 2 മൈനസ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം പിന്നെ 2 ആണ്. 3 വരുന്ന കാർബൺ 3ന്റെ ഇരട്ടി 6 ആണ്. 6ൽ നിന്ന് 2 മൈനസ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം അപ്പോൾ 4. 4ന്റെ ഇരട്ടി 8 ആണ്. 8ൽ നിന്ന് 2 മൈനസ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം 6.
അപ്പോൾ ഇനി അടുത്തത് എന്താണ് വരുന്നത്? എ എന്താ വരും? C5 ആണ് ഇനി വരുന്നത്. C5 കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം 5 ആണ്. 5ൻ്റെ ഇരട്ടി 10 ആണ്. 10ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ H8 എന്ന് വരും അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് C5H8 ആണ് അതിൻ്റെ തന്മാത്ര സൂത്രം, മോളിക്കുലർ ഫോമിൽ. ഇനി ബി എന്താ വരും? C6 ആണ്, 6ാമത്തെ കാർബൺ ആണ് C6. അപ്പോൾ 6ൻ്റെ ഇരട്ടി 12 ആണ്. 12ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ H10 എന്ന് വരും. H10 എന്ന് വരും. അപ്പോൾ ഈ സംയുക്തങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നമ്മൾ മേളിൽ പട്ടികയൊക്കെ പൂർത്തീകരിച്ചതാണ്, അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവരെയൊക്കെ. അപ്പോൾ ഈ സംയുക്തങ്ങൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ആൽക്കൈൻ. ഏതാണ്? ആൽക്കൈൻ അല്ലേ? 2 മൈനസ് ചെയ്യുന്നത് കുറയ്ക്കുന്നത് ഏതിൻ്റെ കേസിലായിരുന്നു? ആൽക്കൈൻ്റെ കേസിലായിരുന്നു. അപ്പോൾ ഇവരുടെ പൊതുവാക്യം, ജനറൽ ഫോമിലെ പൊതുവാക്യം എന്താണ്? CnH2n മൈനസ്. ഇനി സംയുക്തം എയുടെ C5H8ൻ്റെ ഘടന വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? 5 കാർബൺ വരയ്ക്കുക. 2 കാർബണുകൾക്കിടെ ട്രിപ്പിൾ ബോണ്ടാണ് ആൽക്കൈൻ വരുവാണെങ്കിൽ വരുന്നത്, ത്രിബന്ധനമാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ തന്നെ കാണിക്കുക. പിന്നെ ബാക്കിയെല്ലാം ഏകബന്ധനമാണ്, സിംഗിൾ ബോണ്ടാണ്. 3, 4, 5. അപ്പോൾ ആദ്യത്തെ കാർബണ് 3 വാലൻസി ഓൾറെഡി സാറ്റിസ്ഫൈ ആണ്, അപ്പോൾ ഒരു ഹൈഡ്രജൻ മതി. ഇനി രണ്ടാമത്തേന് 4 വാലൻസി ഓൾറെഡി സംയോജത സാറ്റിസ്ഫൈ ആണ്, അപ്പോൾ ഇനി ഹൈഡ്രജൻ ഒന്നും ഇടണ്ട. മൂന്നാമത്തേൽ 2 ഹൈഡ്രജനും കൂടെ വരും. നാലാമത്തേലും 2 ഹൈഡ്രജനും കൂടെ വരും. അവസാനത്തേൽ ഒരു വാലൻസിയെ സാറ്റിസ്ഫൈ ആയിട്ടുള്ളൂ, ഒരു സംയോജതയെ പൂർത്തീകരിച്ചിട്ടുള്ളൂ, അപ്പോൾ ഇനി 3 എണ്ണം കൂടെ വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.